ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് മെനിച്ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബാക്കിൽ മെനിച്ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. മെയിനായിട്ട് അത്യാവശ്യം നല്ല റീച്ച് നമ്മളെല്ലാം കണ്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ചില വീഡിയോസിൽ ആൾക്കാർ പറയും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ എന്തെങ്കിലും CRM എന്നോ അല്ലെങ്കിൽ DM എന്നോ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് വരും എന്നുള്ളത്. മെസ്സേജ് ലിങ്ക് വരും, അതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു കുറേ അധികം ആൾക്കാർ പിന്നെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അത് ഈ ഒരു മെനിച്ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊരു ഫ്രീ വേർഷനും ഉണ്ട്, പെയ്ഡ് വേർഷനും ഉണ്ട്. പെയ്ഡ് വെർഷൻ ആകുമ്പം അറൗണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. ഇപ്പോൾ കാണിച്ചില്ല, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. ഇത് പെയ്ഡ് വെർഷൻ ആണ്. അപ്പം $50 പെർ മന്ത് ആണ്. പിന്നെ മെനിച്ചാറ്റ് AI എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇൻബോക്സ് അങ്ങനെയുള്ള കുറേ അധികം ഇത് വന്നിട്ടുണ്ട്. അതനുസരിച്ച് എമൗണ്ടും കൂടും. അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. അറൗണ്ട് 100 കമൻസുകളൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അറൗണ്ട് ഈ ഒരു ടൈമിന്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ലൈവാണ്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പം വേറൊരു ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ നമ്മൾ ഇത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മെനിച്ചാറ്റ്.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഓപ്ഷനൊക്കെ. അപ്പം ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അപ്പം ഞാൻ ഹോമൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഹോമിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാണ്, ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, വാട്സപ്പ്, മെസ്സഞ്ചർ, SMS, ഇമെയിൽ, ടെലിഗ്രാം. അപ്പം ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് ഓട്ടോമേഷൻ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണ് ഓട്ടോമേഷൻ വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ആഡ്സ് API ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആഡ്സിൻ്റെ ഒക്കെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് പ്രോ വെർഷൻ എന്തോ എടുക്കേണ്ടതായിട്ടുണ്ട്. ഡിസേബിൾ ഓക്കെ. അപ്പം ഇതാണ്. അപ്പം മാർക്കറ്റ് ആഡ്സിൻ്റെ പേരിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മളിപ്പോൾ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ. ന്യൂ ഓട്ടോമേഷൻ എടുക്കുന്നു. അപ്പം കുറേ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു ട്രിഗർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ഫ്ലോ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലോ ഓൾറെഡി ഉണ്ടാവും. ടെംപ്ലേറ്റ്സിൽ ഫ്ലോ ബിൽഡർ ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവും. അപ്പം നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പോസ്റ്റ് ഓർ റീൽ കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഇവിടെ തന്നെ ഇൻ്റർഫേസ് കാണിക്കും. ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള വീഡിയോസ് ആണ്. അപ്പം ഏതിലാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വേറൊരു ഇപ്പം ഇതാണ് മെറ്റാഡ്സിൻ്റെ ഇതാണ് ഞാൻ കൊടുത്തത്. മുന്നേ കൊടുത്തേക്കുന്നത് അതാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം. വാട്ട് ഈസ് ICP എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതെടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് ഏതാണ്. അപ്പം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കമൻറ്റിൻ്റെ ഏരിയ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ICP എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പേഴ്സണലി മെസ്സേജ് പോകണം. അതാണ്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് പിന്നെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ICP എന്നുള്ളൊരു ഇതാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ICP എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനൊരു മെസ്സേജാണ് പോവുക.
ഇതിവിടെ കാണാൻ വേണ്ടി പറ്റും. ഹേ ദിയർ, ഐ ആം സോ ഹാപ്പി ടു ഹിയർ, താങ്ക്സ് സോ മച്ച് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലയന്റിന്റെ പിന്നെ click below and I will send your link in just a second. അപ്പം സെൻഡ് മീ ദ ലിങ്ക്. ആദ്യം ഫസ്റ്റ് ഇതിലോട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു മെസ്സേജ് ആണ് പോവുക. അപ്പോൾ ഈ ക്ലയന്റ് ഈ സെൻഡ് മീ ദ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. സെൻഡ് മീ ദ ലിങ്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ പോകണം. അടുത്തൊരു ഓപ്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അത് അടിച്ചു കൊടുക്കണം. അടുത്തൊരു ഓപ്ഷൻ അടിച്ചു കൊടുക്കണം. അപ്പം അടുത്തൊരു ഓപ്ഷൻ ഇത് എക്സ്പ്ലോർ ദ സൈറ്റ് ഹിയർ, ഇറ്റ്സ് വർത്ത് വിസിറ്റ് എന്നുള്ള ഓപ്ഷൻ, എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം അടിച്ചു കൊടുക്കുക. എക്സ്പ്ലോർ ദ സൈറ്റ് ഹിയർ എന്ന അത്ര മതിയാവും. അപ്പൊ അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സൈറ്റ് ബട്ടൺ ഓപ്പൺ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പർപ്പസ് അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലിങ്ക് ഇപ്പം എൻ്റെ വെബ്സൈറ്റ് കൊടുക്കാം, www.marketads.com എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഓപ്പൺ ലിങ്ക്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ. ഇനി ഗോ ലൈവ് കൊടുക്കുക. ഓക്കെ, ഗോ ലൈവ് കൊടുത്തു. ഇപ്പം ലൈവായി. ICP എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്കും പിന്നെ അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ പിന്നെ DM എന്ന് അടിച്ചു കൊടുക്കുക. DM എന്ന് അടിച്ചു കൊടുക്കുമ്പം ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പേഴ്സണൽ മെസ്സേജ് വരും. ഓക്കെ, അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിടാം. ഓക്കെ, എന്തായാലും ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആഡ്സ് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പം ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഓട്ടോമേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ലീഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ് ഓട്ടോമേഷൻ. ഇതിൽ വേറെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോകളിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഫോളോയും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.